ഓക്കെ, നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കുക. മൊണോട്ടോൺ കൺവേർജൻസ് തിയറി ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിളാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എന്താ എക്സാമ്പിൾ എന്താണെന്ന് നോക്കുക. എക്സാമ്പിൾ 2, സെക്കൻഡ് എക്സാമ്പിൾ. എന്താ പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്. S1 എന്ന് പറയുന്നത് സീക്വൻസിലെ ഫസ്റ്റ് ടേം S1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. രണ്ട് കാര്യങ്ങൾ തന്നാണ്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. സീക്വൻസിലെ ഫസ്റ്റ് ടേം S1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ Sn+1 ഡിഫൈൻ ചെയ്ത് 1/2 ഇൻറ്റു Sn ഇൻറ്റു A/Sn. Sn+1 is equal to 1/2 ഇൻറ്റു Sn ഇൻറ്റു A/Sn. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ Sn എന്ന് പറയുന്ന സീക്വൻസ് റൂട്ട് എയിലേക്ക് കൺവേർജ് ചെയ്യും എന്നുള്ളത്. Sn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യണ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ റൂട്ട് എയിലേക്ക് കൺവേർജൻ്റ് ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ? പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം. S1 സീക്വൻസിലെ ഫസ്റ്റ് ടേം പോസിറ്റീവാണ് തന്നുണ്ട്. സീക്വൻസിലെ റിമൈനിങ് ടേംസ് കണ്ടെത്താനുള്ള റെക്കറൻസ് റിലേഷനാണത്. Sn+1 is equal to 1/2 ഇൻറ്റു Sn/A/Sn. ഒരു കാര്യം കൂടെ തന്നാണ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് Sn കൺവേർജസ് ടു റൂട്ട് എ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. മൊണോട്ടോൺ കൺവേർജൻസ് തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ മൊണോട്ടോൺ കൺവേർജൻസ് തിയറി നമുക്കറിയാം. എങ്ങനെ മൊണോട്ടോൺ കൺവേർജൻസ് തിയറി ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ്? മൊണോട്ടോൺ ഡിക്രീസ് ബൗണ്ടഡ് ബിലോ പ്ലസ് ഡിക്രീസിങ് ആണെങ്കിൽ നമുക്കിത് പറയാം മൊണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ബൗണ്ടഡ് എബോവ് പ്ലസ് ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണെന്ന് പറയാം? കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യണം നോക്കുക. അപ്പോൾ നമ്മൾ സീക്വൻസ് Sn+1 is equal to 1/2 ഇൻറ്റു Sn+A/Sn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അതിനെ 2Sn+1 is equal to Sn/A/Sn എഴുതാം. 2Sn+1 ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തത് പോലെ ആഡ് ചെയ്ത് ദാറ്റ് ഈസ് Sn² + A/Sn എഴുതാം റൈറ്റ് സൈഡ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 2Sn+1 Sn is equal to Sn² + A ഇങ്ങനെ എഴുതാം. അടുത്തതിൽ ഇതിൽ ഞാൻ അങ്ങോട്ടെടുത്ത് അങ്ങനെയാണെങ്കിൽ Sn² - 2Sn Sn+1 + A = 0 ഇതൊരു കിട്ടും. ഇനി നോക്കുക, ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താണ് ഈ ഇക്വേഷനിൽ ഞാൻ Sn-നെ x കൊണ്ട് റീപ്ലേസ് ചെയ്താൽ എന്താ കിട്ടുക? x² മൈനസ് എന്താ ഞാൻ റീപ്ലേസ് ചെയ്ത് Sn-നെ x കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഇതിന് വേറെ x², ഇവിടെ -2x Sn+. എന്തായാലും നമുക്ക് എന്ത് കിട്ടും? Sn-ലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് കിട്ടുക? Sn എന്ന് പറയുന്ന ഇതിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. Sn-ലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ Sn². ഓക്കെ, ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ Sn. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ax² + bx + c = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ റിയൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ b² - 4ac എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എന്നാൽ മാത്രമേ എക്സിൻ്റെ വാല്യൂ എന്താവുള്ളൂ? റിയൽ നമ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവും. അപ്പോൾ ഇത് Sn-ലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയത് Sn-ൻ്റെ വാല്യൂ റിയൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് b² - 4ac എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ b² എന്താണ്? എ എന്ന് പറയുന്നത് Sn²ൻ്റെ കോഎഫിഷ്യൻ്റ്. Sn-ലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് Sn² കോഎഫിഷ്യൻ്റ്, എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് Sn-ൻ്റെ കോഎഫിഷ്യൻ്റ്. Sn-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -2n ഇൻറ്റു Sn+1. എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് -2 Sn+1, സി എന്ന് പറയുന്നത് എ. ഇനി എന്താണ്? റിയൽ സീക്വൻസ് ആയതുകൊണ്ട് Sn റിയൽ നമ്പർ ആവണം. റിയൽ സീക്വൻസ് ആയതുകൊണ്ട് b² - 4ac എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്മളെ ബി എന്ന് പറയുന്നത് -2 Sn+1 മൈനസ് b² - 4ac, 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ഇൻറ്റു സി എന്ന് പറയുന്നത് എ. ദാറ്റ് ഈസ് 4Sn+1. ഇതിന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4Sn+1² മൈനസ് 4a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് Sn+1 the whole square is greater than or equal to a എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് Sn+1 the whole square is greater than or equal to a എന്ന് കിട്ടും. ദാറ്റ് ഈസ് Sn+1 greater than or equal to √a. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ Sn+1 greater than or equal to √a എന്ന് കിട്ടും. ഇപ്പം എന്താ നമുക്ക് മനസ്സിലായത്? Sn എന്ന് പറയുന്ന സീക്വൻസിലുള്ള മുഴുവൻ ടേമും എന്തിനേക്കാളും വലുതാണ്? √a-നേക്കാളും വലുതാണ്. അതായത് Sn എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് എബോവ് ആണെന്ന് കിട്ടി.
ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. എസ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്താണെന്ന് കിട്ടി? ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ താഴെയാണ്, മുകളിലേക്കാണ് എസ് എന്നിലുള്ള മുഴുവൻ സീക്വൻസിലുള്ള മുഴുവൻ ടേം എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എസ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ബിലോ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, എസ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ബിലോ. ഇനി അടുത്തത് എസ് എൻ മൈനസ് എസ് എൻ പ്ലസ് 1 എന്താണെന്ന് നോക്കുക. ഇനി ഞാൻ അടുത്ത എൻ്റെ എയിം എസ് എൻ എന്താണെന്ന് കിട്ടി? ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. അടുത്ത എൻ്റെ എയിം എന്ന് പറയുന്നത് എസ് എൻ ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. ബൗണ്ടഡ് ബിലോയും ഡിക്രീസിങ്ങോ ആയാൽ നമുക്ക് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് എസ് എൻ കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ എയിം എന്ന് പറയുന്നത് എസ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ് എൻ മൈനസ് എസ് എൻ പ്ലസ് 1 എന്താണെന്ന് നോക്കുക. എസ് എൻ മൈനസ് എസ് എന്നിന് പകരം അങ്ങനെ എസ് എൻ തന്നെ കൊടുത്ത് എസ് എൻ പ്ലസ് 1 എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? 1/2 ഇൻറ്റു എസ് എൻ പ്ലസ് എ ബൈ എസ് എൻ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് എസ് എൻ. ഈ എസ് എൻ മൈനസ് 1/2 ഇൻറ്റു ഇതിൻ്റെ ഉള്ളിലുള്ളത് ആഡ് ചെയ്താൽ എസ് എൻ സ്ക്വയർ പ്ലസ് എ ബൈ എസ് എൻ. ദാറ്റ് ഈസ് എസ് എൻ മൈനസ് 1/2 ഇൻറ്റു എസ് എൻ സ്ക്വയർ പ്ലസ് എ ബൈ എസ് എന്ന് കിട്ടും. ഇനി ഇത് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണത് പോലെ ഇത് ആഡ് ചെയ്താൽ ഈ ഡിനോമിനേറ്ററിൽ 2s ഉം s ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 2sn സ്ക്വയർ മൈനസ് എസ് എൻ സ്ക്വയർ, ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എസ് എൻ സ്ക്വയർ മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടും. ഈ മൈനസ് 2sn സ്ക്വയറും മൈനസ് എസ് എൻ സ്ക്വയറും എന്തായി മാറും? എസ് എൻ സ്ക്വയർ മൈനസ് എ ഡിവൈഡ് ബൈ എസ് എന്ന് കിട്ടും. ഇപ്പോൾ ഇത്രയും കിട്ടി. എന്താ കിട്ടി? എസ് എൻ സ്ക്വയർ മൈനസ് എ ബൈ എസ് എന്ന് കിട്ടി. നേരത്തെ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ നമ്മൾ കണ്ടുവച്ചേ? അതാ ഇത് എസ് എൻ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. എസ് എൻ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ എവരി എൻ. എല്ലാ എന്നുകൾക്കും ഇത് ട്രൂ ആണ്. അപ്പോൾ എസ് എൻ സ്ക്വയറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അതായത് എസ് എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. അതായത് എസ് എൻ സ്ക്വയർ മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ന്യൂമറേറ്റർ എന്താണെന്ന് കിട്ടി? പോസിറ്റീവ് ആണെന്ന് കിട്ടി. ന്യൂമറേറ്റർ എന്താണെന്ന് കിട്ടി? പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് എൻ ആണ്. എസ് എൻ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. കാരണം S1 എന്താണ് തന്നുണ്ട്? പോസിറ്റീവാണ് തന്നുണ്ട്. S1 പോസിറ്റീവാണ്. ഇനി S2 എങ്ങനെ കാണാം? നമുക്ക് ഇതിൽ നോക്കാം. ഈ ഇക്വേഷനിൽ S2 നമുക്ക് എങ്ങനെ കാണാം? S2ന് n=1 കൊടുത്താൽ മതി. അപ്പോൾ S2 = 1/2 ഇൻറ്റു S1 n=1 കൊടുത്ത് n=1 കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു S1 പ്ലസ് എ ബൈ S1 എന്ന് കിട്ടും. ഇനി നോക്കുക, S1 പോസിറ്റീവ്, എ പോസിറ്റീവ്, S1 പോസിറ്റീവ്, ടോട്ടൽ നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ S2 എന്തായിരിക്കും? ഗ്രേറ്റർ. അപ്പോൾ സീക്വൻസിലുള്ള മുഴുവൻ ടേമും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടി? ന്യൂമറേറ്റർ ഓൾറെഡി പോസിറ്റീവാണെന്ന് കിട്ടി. ഡിനോമിനേറ്റർ SN എന്താണ്? പോസിറ്റീവാണെന്ന് കിട്ടി. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? SN മൈനസ് SN പ്ലസ് 1 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് SN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SN പ്ലസ് 1. അതായത് സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. അതായത് S1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S2 ആണ്. ഇതിൽ തന്നെ n=1 കൊടുക്കുമ്പോൾ S1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S2. സിമിലർലി S2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S3. ദാറ്റ് ഈസ് സീക്വൻസ് ഈസ് ഡിക്രീസിങ് സീക്വൻസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? SN എന്ന് പറഞ്ഞ സീക്വൻസ് ഡിക്രീസിങ്ങും ആണ്, ബൗണ്ടഡ് ബിലോയും ആണ്. ദെൻ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ബൈ SN ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. അപ്പോൾ SN ഡിക്രീസിങ് ആണെന്ന് കിട്ടി, ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടി. ദെൻ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം SN എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ SN എന്തായി? കൺവേർജൻ്റ്. അപ്പോൾ SN ഒരു എസ്സിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് ഞാൻ അസ്യൂം ചെയ്തു. സപ്പോസ് ദാറ്റ് SN കൺവേർജസ് ടു S. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ലിമിറ്റ് എടുത്ത്, നേരത്തെ അതേ ഐഡിയ തന്നെ, എല്ലാ സൈഡിലും ലിമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് SN പ്ലസ് 1 = 1/2 ഇൻറ്റു SN വേറെ ലിമിറ്റ് SN കൊടുക്കുക. 1/2 ഇൻറ്റു ലിമിറ്റ് SN പ്ലസ് എ ബൈ ലിമിറ്റ് SN. ഇനി ലിമിറ്റ് SN എന്ന് പറയുന്നത് എന്താണ്? S ആണ്. ദാറ്റ് ഈസ് S = 1/2 ഇൻറ്റു ലിമിറ്റ് SN എന്ന് പറഞ്ഞാൽ S പ്ലസ് എ ബൈ S. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 2s = S പ്ലസ് എ ബൈ S. എസ്സിനെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ S. ഇനി ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? S² പ്ലസ് എ ബൈ S കിട്ടും. ഈ എസ്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 2s² = S² പ്ലസ് എ എന്ന് കിട്ടും. ഈ S² ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ S² = A കിട്ടും. ദാറ്റ് ഈസ് S = √A. അതായത് SN കൺവേർജസ് ടു S ആണെങ്കിൽ ആ എസ്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? √A ആണെന്ന് കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് SN കൺവേർജസ് ടു √A. അതാണ് ഈ എക്സാമ്പിൾ.